നമസ്കാരം. 20-ാം മണിക്കൂറാണ്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. കോട്ടയത്ത് 2 കൗമാരക്കാർ ഒരു വീടിന് മുന്നിൽ ഏറ്റുമുട്ടുകയാണ്. ലഹരി ഇടപാടുകൾ, ബൈക്ക് പണയം വെച്ചതിലെ തർക്കം, ഇതൊക്കെയാണ് ആ തർക്കത്തിന്റെ അടിസ്ഥാനം. വീട്ടുകാരും ഇടപെടുന്നു. ഒടുവിൽ ഒരാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് മറ്റേയാളെ കുത്തി വീഴ്ത്തുന്ന സാഹചര്യം. മരിച്ചത് 23-കാരനാണ്. ബണ്ടിച്ചോർ ഓർമ്മയുണ്ടല്ലോ അല്ലേ? കുപ്രസിദ്ധ മോഷ്ടാവ് വീണ്ടും കേരളത്തിലെത്തിയിട്ടുണ്ട്. സൂക്ഷിക്കുക. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ലഹരി ഇടപാടും പണം ഇടപാടുമാണ് കോട്ടയത്ത് ആ ഒരു തർക്കത്തിലേക്ക് കാരണമുണ്ട്. കാരണം അവർക്കറിയാം ഈ പറഞ്ഞ ആള് അത്ര നല്ല പുള്ളയല്ല. ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഈ കൊലപാതകം നടത്തിയ അഭിജിത്ത്. ആദർശം മോശമല്ല, മരിച്ചു വീണ ആദർശിന്റെ പേരിലുമുണ്ട് നിരവധി കേസുകൾ. അപ്പോൾ നാട്ടുകാരിടപെട്ട് അങ്ങനെ പോലീസിൽ ഏൽപ്പിക്കുന്നു. കോട്ടയം SP ഷാഹുൽ ഹമീദ് IPS എത്തി നേരിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്താണ് പറഞ്ഞത് പോലീസിനോട് പറയുന്നത് മറ്റൊന്നുമല്ല, ബൈക്ക് പണയം വെച്ചതിലെ സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന. ലഹരി ഇടപാടുണ്ട് എന്ന് പക്ഷേ പോലീസ് സംശയിക്കുന്നുണ്ട്. തെളിവെടുപ്പിലെത്തിച്ചു. ഇന്ന് തന്നെ പോലീസ് സംഘം ആ വീട്ടുമുറ്റത്ത് ആദർശന്റെ കൊലപാതകത്തിന് കാരണക്കാരനായ അഭിജിത്തിനെ. അങ്ങനെ ആദർശിന്റെ ക്രിമിനൽ പശ്ചാത്തലം കൂടി പറഞ്ഞു വെക്കണമല്ലോ. ആ മരിച്ചു വീണ 23-കാരൻ ആദർശിനുമുണ്ട് ചില ക്രിമിനൽ പശ്ചാത്തലം. നേരത്തെ ഒരു മോഷണ കേസിൽ പ്രതിയായിട്ടുണ്ട്, അറസ്റ്റിലായിട്ടുണ്ട്, ലഹരി കേസിലും. മാത്രമല്ല റിമാൻഡിലും പോയിട്ടുണ്ട്. ഇനി അനിൽകുമാറിനെ പറ്റി പറഞ്ഞു. ഈ പറഞ്ഞ ടിറ്റോ, മുൻ കൗൺസിലർ, അദ്ദേഹത്തെ പ്രതിയാക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അയാൾ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത് എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിന്. എന്നാലും ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അവിടെ UDFന്റെ വിമതനായി അവിടെ മത്സരിക്കുന്നുണ്ട് ഈ പറഞ്ഞ അനിൽകുമാർ അല്ലെങ്കിൽ ടിറ്റോ. എന്താണെങ്കിലും കത്തിയുമായി കൂട്ടുകാരനെ നേരിടാനെത്തിയ ആ കൊടും കുറ്റവാളിയായിട്ടുള്ള അഭിജിത്ത് നിയമത്തിന്റെ വഴിക്ക് വിടാം. ശിക്ഷ നേരിടുക തന്നെ വേണം. ഈ ഡിപ്രഷൻ എന്ന് ചിലർ പറയുന്നത് കേൾക്കാം. പക്ഷെ ഡിപ്രഷൻ അത്ര ചെറിയ സംഭവമല്ല കേട്ടോ. ഡിപ്രഷൻ നമ്മളെ കൊണ്ട് എന്തും ചെയ്യിക്കാം. ഇന്ന് കൊല്ലത്ത് ഭാര്യയെ ഭർത്താവ് തലക്കടിച്ചു കൊന്നു, ഗ്യാസ് കുറ്റിക്കൊണ്ട്. അതിന്റെ കാരണം ഡിപ്രഷനാണ്. കരിക്കോട് അപ്പോളോ നഗർ സ്വദേശി കവിതയാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. പ്രതി മധുസൂദനൻ പിള്ള ഈ സ്ത്രീയുടെ ഭർത്താവാണ്. ഏകദേശം രാത്രി 11 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവത്തിന്റെ തുടക്കം. ഈ വീട്ടുകാർക്ക് ചില്ലറ കടബാധ്യതയുണ്ട്, 15 ലക്ഷം രൂപയുടേത്. ഇത് പറഞ്ഞുള്ള സംസാരം അത് തർക്കത്തിലായി എന്നും പിന്നീട് ഒഴിഞ്ഞ ഗ്യാസ് കുറ്റി കയ്യിലെടുത്ത് തലയ്ക്ക് ഒറ്റയടിയാണ് ഭാര്യയുടെ തലയ്ക്ക്. അപ്പോൾ തന്നെ നിലംപൊത്തി ആ പാവപ്പെട്ട കവിത. ഈ പറഞ്ഞ പ്രതി മധുസൂദനൻ പിള്ള ഡിപ്രഷനിലാണ് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. പോലീസും അങ്ങനെ തന്നെ അനുമാനിക്കുന്നു. മാത്രമല്ല മദ്യപാനവുമുണ്ട്. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഫിറ്റായി വഴിയിൽ കിടക്കുക വരെ ചെയ്യും. അങ്ങനെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, 2 മക്കളാണ് കവിതയ്ക്കും മധുസൂദനൻ പിള്ളയ്ക്കും. മകൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു, മകൾ നഴ്സിംഗിന്റെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ പെൺകുട്ടി മകൾ കൺമുന്നിൽ നിൽക്കുകയാണ്. സ്വന്തം അമ്മ ഗ്യാസ് കുറ്റിയുടെ അടിയേറ്റ് അച്ഛൻ്റെ കൈകൊണ്ട് മരണത്തെ ഏറ്റുവാങ്ങുന്നത് അവർ കണ്ടു. ഭയന്ന് വിറച്ചുപോയ പെൺകുട്ടി. അവർ പുറത്തേക്ക് ഓടി നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് പോലീസ് എത്തുന്നത്.
പോലീസ് എത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ബാധ്യതയെ ചൊല്ലിയുള്ള തർക്കമാണ് ഉണ്ടായതെന്ന് മധുസൂദനൻ പിള്ള. മാനസിക പിരിമുറുക്കത്തിലാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. നാട്ടുകാരെ സംബന്ധിച്ച് മധുസൂദനൻ പിള്ള ഇത്തരമൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് അമ്പരപ്പാണ്. നീറ്റ് മനുഷ്യൻ, ഒരു പ്രശ്നവുമില്ലാത്ത, ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത മനുഷ്യൻ, ഇതുവരെയും അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നാട്ടുകാരുമായി നല്ല ബന്ധമാണ് ഇയാൾക്ക്. ഭാര്യയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നു എന്ന് നാട്ടുകാർ പറയും. അത്രമാത്രം ഇടയ്ക്കൊരു ചെറുതടിക്കും എന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തെ പറ്റി ഒന്നും പറയാനില്ല നാട്ടുകാർക്ക്. കാര്യം ഞങ്ങൾ ഏറുമ്പളത്താണ് അറിയുന്നത്. അവിടെ ആളുകൾ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. രാത്രി ഇവിടെയൊക്കെ പൊട്ടി കുറയ്ക്കുന്നതൊക്കെ ഇവിടെ മറ്റു കുഴപ്പമോ അവരെ സംബന്ധിച്ച് രണ്ടുപേരെയും പറ്റി ഒരു കുഴപ്പമൊന്നുമില്ല. എങ്ങോട്ടും ആ കൊച്ചിറങ്ങി പോകത്തില്ല. പോയ രണ്ടുപേരെ പോയി എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞു. ഞാൻ പുള്ളിയെ കണ്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ മോള് കൊച്ചം കണ്ട് ഇറങ്ങിപ്പോ ഓടിപ്പോയി ആരാൻ്റെ അടുത്ത് പറഞ്ഞു രാത്രിയിലാണ് എന്താ ഞങ്ങൾ അറിയുന്നത്. സാമ്പത്തികമായിട്ട് വരാൻ കാഷ്യൂ കമ്മീഷൻ ഏജന്റായി പ്രവർത്തിച്ചിരുന്നു ഈ പറയുന്ന മധുസൂദനൻ പിള്ള. എന്താണെങ്കിലും സ്വന്തം ഭാര്യയെ അത് ഏത് മാനസികാവസ്ഥയിലാണ് ഗ്യാസ് കുറ്റികൊണ്ട് തലക്കൊടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ കൊന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പാവപ്പെട്ട പെൺകുട്ടിയാണ് എല്ലാത്തിനും മൂകസാക്ഷിയായി നിന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് കണ്ടെത്തട്ടെ. എന്താണെങ്കിലും ഡിപ്രഷൻ, മാനസിക സമ്മർദ്ദം, അതിസമ്മർദ്ദം ഇവയൊക്കെ ഏത് തലത്തിലുണ്ടാകുമോ അതൊന്നും നമുക്ക് എങ്ങനെയാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല എന്നൊരു സൂചന നൽകുന്നു ഈ കൊലപാതകം. രണ്ട് സ്ത്രീകളുമായി ഒരേ സമയം ബന്ധം പുലർത്തിയിരുന്ന ഒരു വിരുദ്ധൻ വിവാഹിതനാണ്. ഗർഭിണിയായപ്പോൾ ഒരു സ്ത്രീയെ മറ്റൊരു കാമുകിയുമായി ചേർന്ന് കൊന്ന് ആറ്റിൽ തള്ളി. ആ കേസിൽ വധശിക്ഷയാണ് കോടതിയുടെ വിധി. ജൂലൈ 9 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. അത് കൈനകരിയിലാണ്, ആലപ്പുഴ കൈനകരിയിൽ. 6 മാസം ഗർഭിണിയായിരുന്നു അന്ന് മരിച്ച കൈനകരി സ്വദേശിനി അനിത. അനിതയെ ആറ്റിൽ തള്ളി കൊന്നു എന്നുള്ളതാണ് കേസ്. കേസിൽ ഒന്നാം പ്രതി നിലമ്പൂർ സ്വദേശി പ്രബീഷാണ്. പ്രബീഷിനാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. രണ്ടാം പ്രതി തോട്ടുവാത്തല പടിഞ്ഞാറ് പതിശ്ശേരി വീട്ടിൽ രജനിയാണ്. ഈ പറയുന്ന രജനി ഒഡീഷയിലെ ജയിലിലാണ്. അവിടെ റായ്ഗഡ് ജയിലിൽ എന്താണ് ലഹരി കേസിൽ പിടിയിലായി കിടക്കുകയാണ് ഈ പറയുന്ന മറ്റൊരു കാമുകി. രജനിയെ പ്രൊഡക്ഷൻ വാറണ്ട് വഴി 29 ഹാജരാക്കണമെന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. രജനി നേരിട്ടെത്തുമ്പോൾ രജനിയുടെ ശിക്ഷ കോടതി പ്രഖ്യാപിക്കുകയും ചെയ്യും. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ NB ഷാരിയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. സന്തോഷം മറച്ചുവെച്ചില്ല പ്രോസിക്യൂട്ടർ. പാലക്കാട് ഏഴപ്പാടും ജോലി ചെയ്തിരുന്ന റൈറ്റ്. ഈ പാലക്കാട് ജോലിയുടെ ഭാഗമായിട്ടാണ് ഇയാൾ എത്തുന്നത് ആലപ്പുഴയിൽ. ആര്? പ്രബീഷ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രബീഷിന്റെ വീട് അത് നിലമ്പൂരാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അങ്ങനെ കായംകുളത്തെത്തിയപ്പോഴാണ് പ്രബീഷ് അനിതയുമായി സൗഹൃദത്തിലാവുന്നത്. ആ സമയം ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്നിരുന്ന അനിത അടുപ്പത്തിലായി പ്രബീഷുമായി. ഗർഭിണിയായിട്ടുള്ള അനിത പ്രബീഷിനോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല പ്രബീഷ്. ഈ ബന്ധത്തെക്കുറിച്ച് മറ്റൊരു കാമുകിയായിട്ടുള്ള ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള രജനിയും ഇക്കാര്യങ്ങൾ അറിയുകയാണ്. അപ്പോൾ രജനി ഇതിനെ എതിർത്തു, അനിതയും എതിർത്തു. എന്താണ് പ്രബീഷ് പറഞ്ഞത്? ഞാൻ രണ്ടുപേരെയും ഒരേപോലെ പോറ്റിക്കോളാം എന്നുള്ളതായിരുന്നു പ്രബീഷിന്റെ വാഗ്ദാനം. അങ്ങനെ അനിതയെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ് പ്രബീഷും രജനിയും ചേർന്ന്.
വളരെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്തുക എന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ അങ്ങനെ അനിതയെ കൈനകരിയിലുള്ള രജനിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് രണ്ടുപേരും ചേർന്ന്. പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്ത് അനിത. അങ്ങനെ അനിത എത്തി ആലപ്പുഴയിലേക്ക്, കൈനകരിയിലേക്ക്. വീട്ടിലെത്തി അവിടെ വെച്ച് പ്രബീഷും അനിതയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഉടൻ തന്നെ കഴുത്ത് ഞെരിച്ചു പ്രബീഷ്. ഒപ്പത്തിനെത്തി അപ്പോൾ രജനിയും. ഇവർ നിലവിളിച്ചാൽ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വായും മുഖവും അമർത്തി വെച്ചു ഈ രജനി എന്ന കാമുകി. ബോധം നഷ്ടപ്പെട്ട് വീണു അവിടെ അനിത. ഇവർ കരുതി അനിത മരിച്ചു എന്ന്. അപ്പോഴാണ് ഒരു ഫൈബർ വള്ളത്തിൽ കയറി 100 മീറ്റർ അകലെയാണ് പൂക്കൈത ആറ്റ്. ഈ പൂക്കൈത ആറിൽ കൊണ്ടേ ഈ ബോഡി തള്ളുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ തോടിന്റെ അറ്റത്തെത്തിയപ്പോൾ പ്രബീഷും ഈ ഫൈബർ വള്ളത്തിൽ കയറിയപ്പോൾ വള്ളം മറിഞ്ഞു. അങ്ങനെ മറിഞ്ഞ വള്ളവും ഒപ്പം വള്ളത്തിൽ കിടത്തിയിരുന്ന അനിതയും അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവർ കടന്നു കളയുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ആ വള്ളത്തിൽ നിന്ന് മറിഞ്ഞ് വെള്ളത്തിൽ വീണപ്പോഴാണ് അനിതയ്ക്ക് യഥാർത്ഥത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. ശരിക്കും ബോധം നഷ്ടപ്പെട്ട സാഹചര്യം മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നടനും പള്ളാത്തുരുത്തി ആറ്റിലാണ് പിന്നീട് ആ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് അതൊരു അന്വേഷണ കാലഘട്ടമായിരുന്നു. ഒരു അജ്ഞാത മൃതദേഹം എന്നതിനപ്പുറം ഒരു തുമ്പും ഉണ്ടായിരുന്നില്ല പോലീസിന്. പോലീസ് അവിടെ അന്വേഷണം ഊർജിതമാക്കി. ആ അന്വേഷണത്തിനൊടുവിൽ ഒരു കാര്യം വ്യക്തമായി. ആ ഒഴുകി നടന്ന ആ അജ്ഞാത മൃതദേഹം അത് വെറുമൊരു ആത്മഹത്യയോ അല്ലെങ്കിൽ യാദൃശ്ചികമായി വീണതല്ല, അതൊരു കൊലപാതകമായിരുന്നു. ആദ്യം നമുക്ക് ഒരു അൺഐഡന്റിഫൈഡ് ഡെഡ് ബോഡി മാത്രമാണ് കിട്ടിയത്. അത് പോസ്റ്റ്മോർട്ടത്തിലാണ് മർഡറാണെന്ന് അറിയുന്നത്. പിന്നെ പ്രതിയിലേക്ക് എത്തേണ്ട വഴികളിലേക്ക് നമ്മൾ പോയി. പ്രതിയെ നമ്മൾ വളരെ എഫർട്ടെടുത്ത് പ്രതികളിലെത്തി. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്ത് നമുക്കൊരു AV ബിജു എന്നാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര്. AV ബിജുവും സംഘവും നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അങ്ങനെ പ്രതിയെ പിടികൂടി. 2 പ്രതികളിലേക്കും കാര്യങ്ങളെത്തി. പ്രബീഷ്, 1-ാം പ്രതി, വധശിക്ഷ നേരിടുന്ന പ്രബീഷ് ഇപ്പോൾ താവനൂർ സെൻട്രൽ ജയിലിലാണ്. രജനിയെ കൊണ്ടുവരണം ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക്. കൊച്ചിയിലെ വൈറ്റ്ലയിലുള്ള ബാറിൽ കഴിഞ്ഞ ദിവസം ഒരു അതിക്രമം നടന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് അവിടെ വടിവാൾ വീശിയാണ് പരിഭ്രാന്തി സൃഷ്ടിച്ചത് ഒരു യുവതിയും ഉൾപ്പെട്ട സംഘം. യുവതി ഉൾപ്പെടെ 3 പേർ അന്ന് പോലീസ് പിടിയിലായിരുന്നു. ആ യുവതി ആരായിരുന്നു? മോഡലായിട്ടുള്ള അലീന, ഔറംഗസേബ് എന്ന ഗുണ്ടാ നേതാവിന്റെ പെൺസുഹൃത്ത്. അവർ പറയുകയാണ് അന്ന് വീശിയത് വടിവാളല്ല, കളിപ്പാട്ടമാണ്. തീയതി ഞായറാഴ്ചയായിരുന്നു ആ സംഭവം. 16-ാം തീയതി ഞായറാഴ്ച ഇവർ സുഹൃത്തുക്കളോടൊപ്പം ആ ബാറിൽ മദ്യപിക്കാനെത്തുന്നു. ബാറിൽ മദ്യപിച്ച സമയത്ത് ഒരു മധ്യവയസ്കൻ ഇടപെട്ടുണ്ടാക്കിയ പ്രശ്നമാണ് എല്ലാത്തരം കാരണമെന്നാണ് അലീന പറഞ്ഞു വെക്കുന്നത്. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് അലീന പറയുന്നത് നമുക്കത് കേൾക്കാം. ആ ബാറിൽ, വൈറ്റ്ലയിലെ ആ ബാറിൽ ആ മധ്യവയസ്കൻ ഈ പറയുന്ന മോഡലായിട്ടുള്ള അലീനയോട് എന്ത് ചെയ്തു? അലീന പറയട്ടെ. ഒരു 50-55 വയസ്സ് വരും ഒരു ആള് മദ്യപിച്ച്, നല്ല രീതിയിൽ മദ്യപിച്ച്. ഓൾറെഡി നമ്മൾ പോയ സമയത്ത് അവിടെ നിപ്പുണ്ട്. ഞങ്ങൾ കയറി അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി തൊട്ടടുത്തിരുന്ന വേറെ ഗേൾസിൻ്റെ അടുത്തും അങ്ങോട്ട് പോവുക, ചെറുതായിട്ടൊന്ന് ഫ്ലേർട്ട് ചെയ്യുക, ലിപ്പ് വെച്ചിട്ടുള്ള കുറേ ബാഡായിട്ട്, അത്രയും ബാഡായിട്ടുള്ള കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടായിരുന്നു. അപ്പം ഞങ്ങൾ 1.5 മണിക്കൂറോളം അവിടെ ഇരുന്നു. ഫുഡ് കഴിച്ചു. ഫുഡ് പോലും കഴിച്ച് കംപ്ലീറ്റ് ചെയ്യാതെയാണ് നമ്മൾ ബില്ലടയ്ക്കേണ്ട ഒരു അവസ്ഥയിൽ ഉണ്ടായത്. ഇറങ്ങിയപ്പോൾ ഈ ഡോറിനടുത്തെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന പുള്ളി അവിടെ നിന്ന് ബാക്ക് ഇട്ട് വന്നിട്ട് ഈ ഷോൾഡർ വെച്ചിട്ട് മുട്ടുക,
അതിൻ്റെ ഇടയിൽ വീണ്ടും കുറേ ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുക, അതും നമ്മൾ ഇഗ്നോർ ചെയ്തതാണ്. അതും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കാറിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് പുള്ളി ആ ബാറിൻ്റെ തന്നെ ഫ്രണ്ടിൽ ഒരു പില്ലറിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതിനേക്കാളും ഡബിളായിട്ട് വീണ്ടും കാണിക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് വരുന്നത് പോലൊരു ഫീലായിരുന്നു എനിക്ക്. എൻ്റെ കൂടെ നിന്ന് ഒരാൾ പോയി ചോദിച്ചിരുന്നു, എൻ്റെ പെങ്ങളാണ്, നിങ്ങൾ കുറേ നേരം ആയാലും ഇത് തുടങ്ങിയിട്ട് എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ച് തീർന്നില്ല. അവിടെ ബാറിലുണ്ടായിരുന്നവരല്ല, കസ്റ്റമറായിട്ട് കുറേ പേര് പുറത്തിരിപ്പുണ്ടായിരുന്നു. ഇതിലൊരു 6-7 പേര് എണീറ്റ് വന്നിട്ട് ആദ്യം ഇങ്ങോട്ട് എന്താടാന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടും അത് ഷൗട്ടാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനിടയിൽ പറയുന്നുണ്ട്, ചേട്ടാ വിട്ടേക്ക്, കുഴപ്പമില്ല, നമ്മൾ പ്രശ്നമൊന്നുമില്ല, വിട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മാക്സിമം ഇഗ്നോർ ചെയ്തിട്ട് മാറാൻ ശ്രമിക്കുമ്പോഴും ഈ ചെയ്തുകൊണ്ടിരുന്ന ആൾ പതുക്കെ അങ്ങോട്ട് ബാക്കിലോട്ട് പോയിട്ട് ഇതിനുള്ളിലോട്ട് അങ്ങ് കയറി. ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ ഉള്ളിലോട്ട് അങ്ങ് കയറി. പുള്ളിയെ പിന്നെ ആ ഒരു സ്ഥലത്ത് കാണുന്നില്ല. ഈ കണ്ടുകൊണ്ടിരുന്ന ഒരു 6-7 പേര് പുള്ളിക്ക് വേണ്ടിയിട്ട് വരികയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ നല്ല രീതിയിൽ തല്ലുന്നുണ്ടായിരുന്നു. 1-2 തല്ലായപ്പോഴത്തേക്ക് ഞാനും പിടിച്ചു മാറ്റുന്നുണ്ട്. ഇതിനിടയിൽ ഷെയ്ൻഷാ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ മൂക്കിലോട്ട് അവരുടെ കയ്യിലൊരു ചെറിയ അവിടെ ഇരുന്ന് എന്തോ സംഭവം എടുത്തുകൊണ്ട് കമ്പ് പോലത്തെ തടി കഷ്ണം എന്തോ ഉണ്ടായിരുന്നു. ഇത് വെച്ച് തല്ലിയ സമയത്ത് ഞാൻ ഇടയിൽ ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട്. പിടിക്കുന്ന ആ CCTV വ്യക്തമായിട്ട് അത് കാണുകയും ചെയ്യും. ഞാൻ കൈ പിടിക്കുന്ന സമയത്താണ് പിറ്റേ ദിവസമാണ് ഈ പെൺകുട്ടി അലീന അത് ഔറംഗസേബ് എന്ന കൊച്ചിയിലെ ആ ഗുണ്ടാ നേതാവിന്റെ പെൺസുഹൃത്താണെന്നുള്ള വിവരം പുറത്തു വരുന്നത്. പിന്നീട് ഇയാളെ തേടി അന്വേഷിച്ച് നടക്കുകയും ചെയ്തു പോലീസ്. ഔറംഗസേബുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, ക്രിമിനൽ സ്വഭാവം പശ്ചാത്തലമുണ്ട് എന്ന് അറിഞ്ഞു തന്നെയാണ് എല്ലാ സ്നേഹബന്ധുവെന്നും അലീന പറയുന്നു. ഔറംഗസേബിന്റെ എല്ലാ കാര്യങ്ങൾ അലീനയ്ക്കും അലീനയുടെ വീട്ടുകാർക്ക് പറയാം. അവിടെ നിൽക്കുന്ന ഏകദേശം 10, 25, 30 ആൾക്കാരുണ്ട്. അത്രയും ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മുടെ സൈഡ് നമ്മൾ 4 പേരേ ഉള്ളൂ, ഞാൻ ഉൾപ്പെടെ 4 പേരേ ഉള്ളൂ. ഞങ്ങൾ കാറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഇതിൽ എൻ്റെ കൂടെ നിന്നൊരു ചെക്കൻ, അതൊരു പാവം, അവൻ എന്താണെന്ന് പോലും അറിയത്തില്ല. ഡിക്കി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മേളയിൽ പോകും, മറൈൻ ഡ്രൈവ്, അതിൻ്റെ CCTV എടുത്താൽ അറിയാൻ പറ്റും. ഈ 16-ാം തീയതി ബാക്കിലോട്ട് അടിച്ചിട്ട് 4 ദിവസം മുന്നേ ഞങ്ങൾ മേളയ്ക്ക് പോയായിരുന്നു മറൈൻ ഡ്രൈവ്. അവിടെ ഈ ടോയ്സ്, ഈ കത്തിയുടെ ആവട്ടെ, അതിൽ നമ്മുടെ വണ്ടിയിൽ ഈ ടോയ്സ് ഒരുപാടുണ്ട്. ഈ ടോയ് കുറേ സാധനം നടക്കുന്നില്ല, അവൻ എന്താണെന്നറിയാണ്ട് ഈ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും പിന്മാറില്ല. കാരണം എൻ്റെ കൂടെ വന്ന എല്ലാവരുടെ ഫേസിൽ നിന്ന് ബ്ലഡ് അത്രയും ഉണ്ട്. ഫുള്ള് കണ്ണ് ചതഞ്ഞിട്ടുണ്ട്, മൂക്കിൻ്റെ സൈഡ് വളഞ്ഞ് പൊട്ടിക്കിടന്നിട്ടാണ് ബ്ലഡ് വരുന്നത്. എൻ്റെ കൈ ഞാനിങ്ങനെ പിടിച്ച് മടക്കി വെച്ചിട്ടുണ്ട്, കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുത്ത് കാണിക്കുമ്പോഴാണ് ഇവർ ബാക്കിലോട്ട് ഓടുന്നത്. എല്ലാവരും ഓടി ഇതിനുള്ളിൽ കയറുന്നതും. അപ്പോൾ അലീന പറയുന്നത് ആ വാള് അത് കളിപ്പാട്ടമായിരുന്നു എന്നാണ്. മറൈൻ ഡ്രൈവിലെ മേളയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ആ വാള്. എന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഔറംഗസേബുമായിട്ടുള്ള ബന്ധം അതേപ്പറ്റി വിശദീകരിച്ചിരുന്നു അലീന. അതിലേക്ക് കൂടി ജെനുവിൻലി പറഞ്ഞാൽ ഈ പുള്ളിയും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഈ ഔറംഗസീബ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ കാര്യങ്ങളായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ നല്ല വൃത്തിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് പുള്ളിയുടെ ഫാമിലിയുടെ കൂടെയാണ്. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അറ്റ് ദ എൻഡ് പോർഷനിലാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് ഇപ്പം അലീനയുടെ കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴും പുള്ളിയോട് നമ്മൾ കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളി വഴക്ക് പറയുമല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പുള്ളി വരുമ്പോഴാണ് ഈ കാണുന്ന നമ്മൾ ഈ ബ്ലഡിലൊക്കെ നിൽക്കുന്ന പുള്ളി എപ്പോഴും കാര്യം അന്വേഷിക്കുന്നില്ല. നമ്മളെ ഹോസ്പിറ്റലിൽ ആക്കുന്നതും പുള്ളിയാണ്. പക്ഷെ അതിനിടയിൽ ഇപ്പം ഇതിൻ്റെ ഇടയിൽ എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യക്തിവൈരാഗ്യം എന്തോ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ റീസൺ ഈ 6-7 പേര്, ഈ ഷെയ്ൻഷാ എന്ന് പറയുന്ന പയ്യനെ ഒരു 6-7 പേര് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അമീൻ എന്ന് പറയുന്ന ഒരു പയ്യനെ 6-7 പേര് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഗുണ്ടാപ്പക, കുടിപ്പക അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അതായത് ഔറംഗസേബിന്റെ കൂട്ടാളികളാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അനീഷിന്റെ സംഘത്തിലുള്ളവരാണെന്ന് പറയുന്നു അവിടെ കൂടി നിന്നവർ. അതായത് അവർക്ക് പറയാനുള്ളത് മരടനീഷിന്റെ സ്ഥലത്തെത്തിയാണോടാ നിന്റെയൊക്കെ കളിയെന്ന്. ഇനി പോലീസ് എങ്ങനെയാണ് ഇടപെട്ടത്? പോലീസിനെ ഇക്കാര്യം അറിയിച്ചപ്പോൾ പോലീസ് കുടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു അലീന. എത്തരത്തിലാണ്? അവിടെ കഞ്ചാവും MDMAയും ഉൾപ്പെടെ കാറിൽ തിരികെ കയറ്റി ഇവരെ വേറൊരു കേസിൽ പെടുത്തുമെന്ന പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് അലീനയുടെ ഇന്നത്തെ വെളിപ്പെടുത്തൽ. പോലീസിൻ്റെ അടുത്ത് പോകുന്നത് നമുക്ക് വേണ്ടിയിട്ട്, നമുക്കിപ്പോൾ ഇത്രയും കഷ്ടപ്പാട് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മൾ കാണുന്ന ഒരാളാണ് പോലീസ് എന്ന് പറയുന്നത്. അവർ തന്നെ നമ്മളുടെ എഗെയിൻസ്റ്റ് ആകുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല, പറയാനും ഒരിതുമില്ല. ഈ സുധീർ എന്ന് പറയുന്ന പോലീസ് നേരെ വരുന്നു. ഞാനീ പറയാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് കാലെടുത്ത് വെക്കുന്നതും ഷെയ്ൻഷാ എന്ന് പറയുന്ന ചെക്കൻ ഈ ഓൾറെഡി അവന് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ് എടുത്തിട്ട് ഇങ്ങനെ കിടക്കുക, ഈ പൊട്ടിയിരിക്കുന്ന മൂക്കിൻ്റെ ആ സൈഡിൽ അടിക്കുകയാണ് ചെയ്ത്. പിന്നെ അവർ നമ്മളോടൊന്നും ചോദിച്ചു. പോലീസ് ഒരു തരത്തിലും സഹകരിച്ചില്ല എന്ന് പരാതിപ്പെടുന്നുണ്ട് അലീന. അങ്ങനെ ഇതുപോലുള്ള നിഗൂഢമായിട്ടുള്ള സംഭവങ്ങൾ എത്രയോ നടക്കുന്നു എന്നുള്ള അതിലെ വ്യക്തത പോലീസ് തന്നെ കൊണ്ടുവരട്ടെ. അന്ന് നടന്ന തർക്കം അതിപ്പോഴും ഉത്തരമില്ലാ ചോദ്യമാണ്. ഗുണ്ടാ കുടിപ്പകയായിരുന്നു എന്നുള്ളത്.
ആ കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോർ കേരളത്തിലുണ്ട് കേട്ടോ. അത് ഓർത്തു വെച്ചോളൂ. എന്നാണല്ലോ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, റെയിൽവേ പോലീസിന്റെ. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു വരുന്നതേയുള്ളൂ. എന്നാണല്ലോ ഇത്തരം നിഗൂഢമായിട്ടുള്ള കാഴ്ചകൾ, വർത്തമാനങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയുമുണ്ടാകും 20th അവർ വീണ്ടും നാളെ രാത്രി 20 മണിക്കൂറിൽ.